വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഗോളതാപനം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ചാണ്. ആഗോളതാപനം എന്ന് പറയുന്ന പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്ന പ്രതിഭാസം എന്ന് മനസ്സിലാക്കണം. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യനിൽ നിന്ന് ധാരാളം ഊർജ്ജം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? ആ ഊർജ്ജം ലഭിക്കുമ്പോൾ ആ ഊർജ്ജം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിൽ ചില വാതകങ്ങളുണ്ട്. ആ വാതകങ്ങൾ ആ ഊർജ്ജം ആഗിരണം ചെയ്യും. ഉള്ള ഊർജ്ജം മുഴുവൻ തിരിച്ചു പോയാലോ? ആഗിരണം ചെയ്ത് നിർത്തി ഭൂമിയിലെ ഒരു ശരാശരി താപനില നിലനിർത്തുന്നു. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിത ഗൃഹപ്രഭാവം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് സൂര്യനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജം അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ചില വാതകങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ ഭൂമിയിലെ താപം ഒരു ശരാശരി ആവുന്ന രീതിയിൽ നിലനിർത്താൻ ആ വാതകങ്ങള് ഈ ഊർജം സ്വീകരിച്ച് സഹായിക്കുകയും ചെയ്യുന്നു. ഇത്തരം പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ ഹരിത ഗൃഹപ്രഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ താപം മുഴുവൻ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ ആഗിരണം ചെയ്ത് നിലനിർത്തിയില്ല വെച്ചാൽ എന്തു പോവും? ഭൂമിയിലെ ചൂട് മുഴുവൻ പോവും. ഭൂമി തണുത്തുറഞ്ഞ് ജീവന്റെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാവും. അപ്പൊ ഭൂമി തണുത്തുറഞ്ഞു പോകാതെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള താപനില നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. സൂര്യനിൽ ലഭിക്കുന്ന ഊർജം കൃത്യമായിട്ട് അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ആഗിരണം ചെയ്യുകയും താപം ഭൂമിയിൽ നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ അന്തരീക്ഷത്തില് സൂര്യന്റെ ഊർജം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന വാതകങ്ങളെ നമ്മൾ ഹരിത ഗൃഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കണേ? ഹരിത ഗൃഹവാതകങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതൊക്കെയാണ് ഈ ഹരിത ഗൃഹവാതകങ്ങള്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, ഓസോൺ ഉണ്ട്, നീരാവി ഉണ്ട്, മീത്തൈൻ ഉണ്ട്. ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഹരിത ഗൃഹവാതകങ്ങളാണ്. അപ്പൊ ഹരിത ഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം പറയൂ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ഓസോണ്, നീരാവി, മീഥൈൻ തുടങ്ങിയവ എന്താണെന്നാ പറയണത്? ഹരിത ഗൃഹവാതകങ്ങളാണ് കേട്ടോ. അപ്പോ ഈ എന്താ പറയുന്നത്, ഹരിത ഗൃഹവാതകങ്ങളുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം മൂലം അന്തരീക്ഷത്തിലുള്ള ഭൂമിയുടെ നിലവിലെ ശരാശരി താപനില ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോവാണ്. എന്നാൽ ഭൂമിയിലെ താപം കൂടിയാൽ എങ്ങനെയാ ഭൂമിയിലെ താപം കൂടുക? അതായത് മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ വനനശീകരണം അല്ലെങ്കിൽ ഫോസിൽ ഇന്ധനങ്ങളുടെ ക്രമാതീതമായിട്ടുള്ള ഉപയോഗം അങ്ങനെ മൂലം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടിയാൽ അവ കൂടുതൽ എനർജി ആഗിരണം ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? താപത്തിന്റെ അളവ് കൂടും. അങ്ങനെ താപത്തിന്റെ അളവ് കൂടാൻ കാരണമായാൽ ഭൂമിയുടെ ശരാശരി താപനില വർദ്ധിക്കും. ഈ പ്രതിഭാസത്തെ വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്, എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കണേ? എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ മെച്ചപ്പെട്ട ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? സാധാരണ രീതിയിൽ താപനില നിലനിർത്തുന്നതിനെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. എന്നാൽ കുറച്ചും കൂടി കൂടുതൽ ചെയ്യുന്നതിനെ, കൂടുതൽ നിലനിർത്തുന്നതിനെ നമ്മൾ എൻഹാൻസ്ഡ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അഥവാ മെച്ചപ്പെട്ട ഹരിതഗൃഹ പ്രഭാവം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഈ ഹരിതഗൃഹ പ്രഭാവം എന്ന് ഇതിന് പേര് വരാൻ കാരണമുണ്ട്. ഭയങ്കര ശൈത്യമുള്ള, അതിശൈത്യമുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ തണവ് കൂടിയിട്ട് ചെടികളൊക്കെ നശിക്കില്ലേ? അപ്പൊ അവിടെ ചെടികളും കർഷകർക്ക് ചെടികളും കാര്യങ്ങളൊക്കെ വേണ്ടേ? ചെടികളെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയല്ലേ? അപ്പൊ അവരെന്ത് ചെയ്തു? ചില്ലുകൂടുകൾ ഉണ്ടാക്കി ആ ചില്ലുകൂടിൻ്റെ ഉള്ളില് ചെടികൾ വളർത്താനായിട്ട് തുടങ്ങി. ചില്ലുകൂടുകളുടെ പ്രത്യേകത എന്താ? ഈ ചില്ലുകൂടുകള് ചില്ല് സുതാര്യമായതിനാൽ പ്രകാശരശ്മികളെ ഉള്ളിലേക്ക് കടത്തിവിടുകയും എന്നാൽ അത് ഇവിടെ നിന്ന് പുറത്തുവിടാതെ അവിടെ പിടിച്ചു നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അപ്പൊ എന്തുണ്ടാവും? ആ ചില്ലുകൂടിനുള്ളിൽ അവിടെ ചെടികൾക്ക് ആവശ്യമുള്ള എന്ത് കിട്ടും? ചൂട് കിട്ടും. അങ്ങനെ ചെടികളൊക്കെ അതിശൈത്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ വളരും. കാരണം തണവിലല്ലല്ലോ നിൽക്കണേ, ചില്ലുകൂട്ടിന്റെ ഉള്ളിലല്ലേ നിൽക്കണേ. അങ്ങനെ ഉണ്ടാക്കണ ചില്ലുകൂടില്ലേ, ആ ചില്ലുകൂടുകളുടെ പേരാണ് ഗ്രീൻ ഹൗസ് എന്ന്. അങ്ങനെയാണ് ഈ പ്രഭാവത്തിന് ഹരിതഗൃഹ പ്രഭാവം എന്ന് പേര് വരാനുള്ള കാരണം. അപ്പൊ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്ന പേരിനെ കുറിച്ചും ആ പേര് എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലായില്ലേ? ഇതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നല്ലത് ഹരിതഗൃഹ പ്രഭാവത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്, അത് മനസ്സിലാക്കി തന്നത് ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന വ്യക്തിയാണ്.
ആരാണ് മനസ്സിലാക്കി തന്നത് നമുക്ക്? ജോസഫ് ഫോറിയർ ആണ്. അപ്പൊ അങ്ങനെ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. പക്ഷേ ഈ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലം ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ താപനില ഒരു പരിധിയും വിട്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. ആ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ച് ഭൂമിയുടെ താപനില അത്രയും അധികം കൂടുന്നതിനെ, ആ പ്രതിഭാസത്തെ, ഒരു പരിധി വിട്ടും കൂടുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ശരാശരി താപനില 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലാവുണ്ടോ? ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായവൽക്കരണം പോലുള്ള പരിപാടികളൊക്കെ നടന്നപ്പോ 0.8 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1.2 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നു എന്നാ പറയണേ. അത്രയും മാത്രം താപനില കൂടിയെന്ന്. അപ്പോ താപനില ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ നമുക്കറിയാം, അതായത് ഇപ്പൊ പലർക്കും സൂര്യാഘാതമേറ്റു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ടില്ലേ? അപ്പൊ അതൊക്കെ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതിന്റെ കാരണമാണ്. അപ്പൊ ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ വേറെ പ്രശ്നം ഉണ്ടാവും. അതായത് ഹിമാലയം, അതുപോലെ തന്നെ അന്റാർട്ടിക്ക, അവിടെയൊക്കെ നിറച്ച് മഞ്ഞാണ് അല്ലെ. എന്തുണ്ടാവും? ഈ മഞ്ഞിങ്ങനെ ഉരുകാനായിട്ട് തുടങ്ങും. മഞ്ഞുരുക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ദ്വീപ് രാഷ്ട്രങ്ങളൊക്കെ ധാരാളം ഉണ്ട്. ഈ ദ്വീപ് രാഷ്ട്രത്തൊക്കെ വെള്ളത്തിന്റെ അടിയിൽ പോവില്ലേ? അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല സിറ്റികളും അല്ലെ, നഗരങ്ങളൊക്കെ എന്താവും? വെള്ളത്തിനടിയിലാവും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ആഗോള താപനം എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലാണ്ടാവാൻ, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ, പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റില്ലെങ്കിലും അതിനെ കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വനനശീകരണം നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ വനവൽക്കരണ പദ്ധതി നമ്മൾ തുടങ്ങണം. പിന്നെ ജനസംഖ്യ നിയന്ത്രിക്കണം. അപ്പൊ ജനസംഖ്യ നിയന്ത്രണവും ഹരിതഗൃഹ പ്രഭാവം അല്ലെങ്കിൽ ആഗോളതാപനവും തമ്മിൽ എന്താ ബന്ധം? ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്തു കൂടും? അതായത് ആ ആൾക്കാരുടെ ആവശ്യകതകൾ കൂടും. അതിനനുസരിച്ച് വ്യവസായങ്ങളുടെ എണ്ണം കൂടും. പിന്നെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വണ്ടികളുടെ എണ്ണം കൂടും. ഇതൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന, എന്താ പറയുന്നത്, പറത്തിവിടുന്നത് എന്താണ്? വാതകങ്ങളാണ്. വ്യവസായശാലകളായാലും വണ്ടികളായാലും ഒക്കെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടാനായിട്ട് തുടങ്ങും. അപ്പൊ അതൊക്കെ തന്നെ അന്തരീക്ഷത്തിന്റെ താപനില കൂട്ടാനായിട്ട് കാരണമാവും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ നമ്മൾ നേരത്തെ പറഞ്ഞുല്ലോ. ആരാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? ജോസഫ് ഫോറിയർ എന്ന് പറയുന്ന വ്യക്തി ഇതിനെ കുറിച്ചൊക്കെയുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കി തന്നു. അപ്പൊ ഉണ്ടാക്കി തന്നപ്പോൾ ആൾക്കാർക്ക് പേടിയാവാനായിട്ട് തുടങ്ങി. ഈ നിലയ്ക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാച്ചാ എന്താ ഉണ്ടാവുക? അപ്പൊ അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക്, ലോകത്തുള്ള ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് 1997 ഡിസംബർ 11 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമ്മേളനം നടക്കുകയാണ്. അങ്ങനെ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ട് കുറേയധികം രാജ്യങ്ങൾ കൂടിച്ചേർന്ന്, ആ രാജ്യത്തിലെ പ്രതിനിധികൾ കൂടിച്ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ എന്താണ് ഒരു തീരുമാനം ഉണ്ടാക്കുകയാണ്. എങ്ങനെ? അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റ് ഹരിതഗൃഹ വാതകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ വാതകങ്ങളുടെ അളവ് കുറച്ചെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. പരമാവധി എന്താണ് കുറച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരെത്താണ്. അങ്ങനെ തീരുമാനത്തിലെത്തി ഒരു പ്രോട്ടോകോൾ അവർ സൈൻ ചെയ്യാണ്. ആ പ്രോട്ടോകോളിന്റെ പേര് ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ്. ക്യോട്ടോ പ്രോട്ടോകോളില് അവർ 35ഓളം രാജ്യങ്ങൾക്ക് വാർണിംഗും കൊടുത്തു. അതായത് ഭയങ്കരമായിട്ടുള്ള വ്യവസായവൽക്കരണം നടന്നിരുന്ന രാജ്യങ്ങൾക്ക് എന്തും കൊടുത്തു? വാർണിംഗും കൊടുത്തു. നിങ്ങൾ ഇത് രീതിയിലുള്ള എന്താ പറയണത്, വാദങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ മറ്റ് ആൾക്കാർക്കും കൂടിയും അത് ദോഷമായിട്ട് ബാധിക്കും. അപ്പൊ നിങ്ങൾ പരമാവധി അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ആദ്യം എല്ലാ രാജ്യങ്ങളൊക്കെ അങ്ങനെ അംഗീകരിച്ചു. 192ഓളം രാജ്യങ്ങൾ അംഗീകരിച്ചു കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് മറ്റു രാജ്യങ്ങൾക്ക് തോന്നി, ചില രാജ്യങ്ങൾക്കൊക്കെ തോന്നിയത്, അപ്പൊ ഞങ്ങളിത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വ്യവസായം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പൊ അമേരിക്ക, അതുപോലെ തന്നെ കാനഡ, അപ്പൊ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ പരിപാടിയെ എതിർക്കാനായിട്ടും തുടങ്ങി. ക്യോട്ടോ പ്രോട്ടോകോള് അംഗീകരിക്കാത്തവരാണ് ആരൊക്കെ? അമേരിക്കയും കാനഡയും ഒക്കെ കേട്ടോ. അപ്പൊ 192 രാജ്യങ്ങള് ക്യോട്ടോ പ്രോട്ടോകോളില് ഈ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1997 ഡിസംബർ 11 ക്യോട്ടോ പ്രോട്ടോകോള് എന്താ പറയാ, അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉടമ്പടി ഉണ്ടാക്കിയെങ്കിലും 2005 അന്താരാഷ്ട്ര നിയമമായിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾ പ്രാബല്യത്തിൽ വന്നത്. 2005
എന്നാണ്? 2005 ഫെബ്രുവരി 12, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2005 ഫെബ്രുവരി 12. 1997 ഡിസംബർ 11 ജപ്പാനിലെ ക്യോട്ടോയിൽ നടന്നിട്ടുള്ള ഈ സമ്മിറ്റ് പ്രകാരം തീരുമാനിച്ച കാര്യങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹരിതഗൃഹ പ്രഭാവവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാതകങ്ങളും പുറത്തുവിടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച കാര്യം അന്താരാഷ്ട്ര തലത്തിൽ ഒരു നിയമമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത് 2005 ഫെബ്രുവരി 12നാണ് കേട്ടോ. 2005 ഇവർ പറയാണ് ഇങ്ങനെ 2012 ആവുമ്പോഴേക്കും 2005 പറയാണ് 2012, അപ്പൊ ഏകദേശം 7 കൊല്ലം ആവുമ്പോഴേക്കും 5% നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും അല്ലെങ്കിൽ ഹരിതകൃത വാതകങ്ങളുടെ ഒക്കെ അളവ് നമുക്ക് ഇപ്പോഴതിനേക്കാൾ എന്ത് കൊണ്ടുവരണം, കുറച്ചു കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ 2012 വരെയാണ് അല്ലെ. 1990 എത്രയുണ്ടോ, 90 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ വ്യവസായവൽക്കരണത്തിന്റെ ഒക്കെ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് എത്രയുണ്ടോ അതിനേക്കാൾ ഒരു 5% കുറച്ചു കൊണ്ടുവരണം എന്നായിരുന്നു തീരുമാനിച്ചായിരുന്നത്. അങ്ങനെ തീരുമാനിച്ച ഈ ക്യോട്ടോ പ്രോട്ടോകോള്, നിയമമായ ക്യോട്ടോ പ്രോട്ടോകോള് 2012 അവസാനിക്കുകയാണ്. എന്നാ അവസാനിച്ച്? 2012. അപ്പൊ നമുക്കറിയാം ഭൂമിയുടെ ശരാശരി താപനില എത്രയായിരുന്നു? 15 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. പിന്നെ അത് 1.5 വരെ കൂടാൻ കാരണമായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു, വ്യവസായവൽക്കരണമൊക്കെ നടത്തി അല്ലെ. അങ്ങനെ 2012 ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അവസാനിച്ചു. അപ്പൊ നമുക്ക് പുതിയ എന്തെങ്കിലും നിയമം വേണ്ടേ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഉടമ്പടി കൊണ്ടുവരണ്ടേ? എന്നാലല്ലേ എന്ത് ഉണ്ടാവുള്ളൂ, ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയുള്ളൂ. പക്ഷെ ആ ഉടമ്പടിയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ക്യോട്ടോ പ്രോട്ടോകോളിൽ ഒരു കാര്യം കൂടെ പറയണം. ക്യോട്ടോ പ്രോട്ടോകോൾ വളരെ നല്ലൊരു പ്രോട്ടോകോൾ ആയിരുന്നു. അതിൽ 1-2 ആശയങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ആശയമാണ്. എന്താണ് എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറെ രാജ്യങ്ങളുണ്ട് ലോകത്ത് അല്ലേ. ഈ രാജ്യങ്ങൾക്കൊക്കെ പുറത്തുവിടാൻ പറ്റുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവിന് ഒരു റേറ്റ് കൊടുക്കും. ഇത്ര പെർസെന്റേജ് നിങ്ങൾ പുറത്തുവിടാനായിട്ട് പാടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ പുറത്തു വിട്ടാൽ നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? അതിന് എന്തെങ്കിലും എന്താ പറയാ പിഴ എന്നുള്ള നിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോ ചിലപ്പോൾ അമേരിക്ക പോലുള്ള വലിയ രാജ്യങ്ങള് അവർക്ക് പറഞ്ഞിട്ടുള്ള റേറ്റിനേക്കാൾ കൂടുതൽ പുറത്തു വിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അത്രയും ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും തീരെയില്ലാത്ത രാജ്യങ്ങളൊക്കെ വളരെ കുറച്ചേ പുറത്തു വിടുന്നുണ്ടാവും. അപ്പൊ ഇത്തരം രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാം? അമേരിക്കയ്ക്ക് ഇവരുടെ ആ റേറ്റ് ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യാം. ആ പരിപാടിയാണ് ഇമോഷൻ ട്രേഡിങ്. അതായത് ഇപ്പൊ എനിക്ക് ഒരു 50 അല്ലെങ്കിൽ റേറ്റ് പറഞ്ഞേക്കണം, എല്ലാവർക്കും 50 റേറ്റ് പറയണം. അപ്പൊ ഞാൻ 50 എന്നുള്ളത് ഞാൻ 75 വരെയൊക്കെ. പക്ഷെ എന്റെ അയൽരാജ്യം എന്താ ചെയ്തിട്ടുള്ളോ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ എത്ര ചെയ്തിട്ടുള്ളോ, 10 പോലും കടത്തി വിട്ടിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാം, പക്ഷെ അവർക്ക് കുറച്ച് കാശ് കൊടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എമിഷൻ ട്രേഡിങ്. അത് നല്ലൊരു ആശയമായിരുന്നു. അതുപോലെ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഇവർ കൊണ്ടുവന്നു. ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നാ. 192 രാജ്യങ്ങളും കൂടി ഇത് സൈൻ ചെയ്ത 192 രാജ്യങ്ങൾക്കും എന്തുണ്ട്? ഇതിൽ ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 192 രാജ്യങ്ങളും. അപ്പൊ 192 രാജ്യങ്ങളിൽ 5-6 രാജ്യങ്ങൾ കൂടുതൽ ഹരിതഗൃഹവാതകങ്ങൾ പുറത്തുവിടുന്നു എന്ന് കണ്ടെത്തിയ ബാക്കിയുള്ള രാജ്യങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവർക്ക് വാണിംഗ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം മറ്റു രാജ്യങ്ങൾക്കും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പറയുന്ന ആശയം എന്താ വെച്ചാൽ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൽ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ആരുടെ അത്യാവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഭാവി, നമ്മളിപ്പോ താമസിക്കുന്നത് പ്രസന്റിലാണെങ്കിലും ഫ്യൂച്ചർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ഫ്യൂച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് എന്താണ്? ഓരോരുത്തരുടെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഓരോ രാജ്യങ്ങളും പെരുമാറണം. ഈ 3 ആശയങ്ങൾ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്ന് വന്ന ആശയങ്ങളാണെന്ന് ഓർക്കാട്ടോ. ഏതൊക്കെയാണ്? ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം, ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ, എമിഷൻ ട്രേഡിംഗ് തുടങ്ങിയവ. അപ്പൊ ഇത്രയും കഴിഞ്ഞ പ്രോട്ടോകോൾ, ക്യോട്ടോ പ്രോട്ടോകോൾ 2012 അവസാനിച്ചപ്പോൾ 2015 പുതിയൊരു ഉടമ്പടി വരികയാണ്. ആ ഉടമ്പടിയുടെ പേര് പാരീസ് ഉടമ്പടി എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പാരീസ് ഉടമ്പടിയിൽ ഇത് തന്നെയാ പറയുന്നത്. അതായത് എന്താണ്? വ്യവസായ വിപ്ലവമൊക്കെ നടന്നപ്പോ എത്രമാത്രം എന്തുണ്ടായിരുന്നോ ഈ എന്താ പറയാ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിനേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറയ്ക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തണം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫോസിൽ ഇന്ധനങ്ങളൊക്കെ കുറച്ച് ജനസംഖ്യയൊക്കെ നിയന്ത്രിച്ച് വനവൽക്കരണ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അൺകൺട്രോളബിൾ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടുക, അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സാണ്, അതൊന്നും പറ്റില്ല. പക്ഷെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്തിൽ പറഞ്ഞത്? ഈ പാരീസ് ഉടമ്പടിയിൽ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഈ
ഉടമ്പടിയൊക്കെ 2015 ഉടമ്പടി തയ്യാറാക്കിയ 2016 ഒക്ടോബർ 2 ഇന്ത്യ ഉടമ്പടിയിൽ സൈൻ ചെയ്യേണ്ടായിട്ടാ. അത് നമ്മൾ ഓർത്തു വെക്കും. 2016 ഒക്ടോബർ 2 ഇന്ത്യ പാരീസ് ഉടമ്പടി സൈൻ ചെയ്തു. ഇനി ഇങ്ങനെ ഈ ഉടമ്പടി എഴുതി തയ്യാറാക്കി, ഈ ഉടമ്പടിയൊക്കെ കൃത്യമായിട്ട് ഓരോ രാജ്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡി ക്രിയേറ്റ് ചെയ്തു. ഡിസിഷൻ മേക്കിംഗ് ബോഡി തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്, ഇവരൊക്കെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ഡിസിഷൻ മേക്കിംഗ് ബോഡിയുടെ പേര് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, കോപ്പ് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. COP അല്ലെ, കോപ്പ് സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ വേറൊന്നുമില്ല, കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മനസ്സിലാക്കുക. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ്. ഈ പാരീസ് ഉടമ്പടിയിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ തീരുമാനങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ളതാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സമ്മിറ്റുകൾ. കോപ്പ് സമ്മിറ്റ് നമുക്ക് എന്താണ് പറയുന്നത്, പല സ്ഥലങ്ങളിൽ കോപ്പ് സമ്മിറ്റ് നടത്താം. അവർക്ക് എവിടെ വേണമെങ്കിൽ നടത്താം. വർഷത്തിൽ ഒരിക്കലാണ് സാധാരണ രീതിയിൽ നടത്താം. പ്രത്യേക ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലാതെയും ഈ സമ്മിറ്റുകൾ നടത്താം. അങ്ങനെ 2024 29ാമത്തെ കോപ്പ് സമ്മിറ്റ് നടന്നത് അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? അസർബൈജാനിലെ ബാക്കു എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം, ക്യോട്ടോ പ്രോട്ടോകോള്, പാരീസ് ഉടമ്പടി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിച്ചത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയും ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.